ഹലോ, ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ളി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഇന്ന് വളരെ സാധാരണയാണ്. പലതരത്തിലുള്ള കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൊളസ്ട്രോളിന് വേണ്ടി നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ പലരും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ നോക്കാറുള്ളൂ. ഈ കൊളസ്ട്രോളിന് വേണ്ടി രക്തം പരിശോധിക്കുമ്പോഴുള്ള ചില മാറ്റങ്ങളെ പറ്റിയും അതുപോലെ തന്നെ കൊളസ്ട്രോളിന് വേണ്ടിയുള്ള ചില പുതിയ മരുന്നുകൾ ഇന്ന് വിപണിയിൽ എത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കൊളസ്ട്രോൾ പരിശോധന ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. ഈ കൊളസ്ട്രോളിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കാറാണ് ഉള്ളത്. പക്ഷേ പലരും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കി ഡോക്ടറെ അടുക്കൽ വരുമ്പോൾ ഡോക്ടർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വിലയിരുത്തണമെങ്കിൽ നല്ല കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണോ, ചീത്ത കൊളസ്ട്രോളായ LDL കൂടാതെ ചീത്ത കൊളസ്ട്രോളായ മറ്റു പല കൊളസ്ട്രോളും ഉണ്ട്. ഉദാഹരണമായിട്ട് ട്രൈഗ്ലിസറൈഡ്, VLDL. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ അറിഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് ശരിയായ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈലും അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളും മാത്രം നോക്കിയാൽ പോരാ. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒന്ന് നമ്മുടെ നോൺ HDL കൊളസ്ട്രോൾ നോക്കണം. അതായത് ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്നും HDL നമുക്ക് മൈനസ് ചെയ്ത് കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് നോൺ HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ കിട്ടുവാണെങ്കിൽ അത് ഡോക്ടർമാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ മറ്റൊന്ന്, നമുക്ക് അപ്പോലിപ്പോപ്രോട്ടീൻ A എന്ന ഒരു കൊളസ്ട്രോളിൻ്റെ ഘടകം നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പുതിയതായിട്ട് എത്തിയ ഒരു പരിശോധനയാണ്. സാധാരണ നമ്മളാരും അത് നോക്കാറില്ല. പക്ഷേ കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് അത് നോക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ടോ, അയാൾക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ കൊണ്ട് ഹൃദയാഘാതം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പരിശോധനയാണ് അപ്പോലിപ്പോപ്രോട്ടീൻ A. അപ്പോലിപ്പോപ്രോട്ടീനിൽ നിന്ന് പലരും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കാം. അതെന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ LDL കൊളസ്ട്രോൾ കേട്ടിട്ടുണ്ട്. അതായത് അത് ചീത്ത കൊളസ്ട്രോൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോപ്രോട്ടീൻ എന്നൊരു പ്രോട്ടീനുണ്ട്. ഈ അപ്പോപ്രോട്ടീനിന് കൂടെ ഈ LDL കൊളസ്ട്രോളും സംയോജിച്ച് ഉണ്ടാകുന്ന ഒരു കൊഴുപ്പാണ്, അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളാണ് അപ്പോലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യക്കാരിൽ ഒക്കെ ഈ അപ്പോലിപ്പോപ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ അപ്പോലിപ്പോപ്രോട്ടീൻ നോക്കിയിരിക്കണം എന്നാണ്. അതിൻ്റെ സാധാരണ അളവ് ഏതാണ്ട് 20 മില്ലിഗ്രാം ആണ്. 20 മില്ലിഗ്രാമിൽ കൂടുതൽ, ഉദാഹരണമായിട്ട് 30 മില്ലിഗ്രാം ഒക്കെ ആവുകയാണെങ്കിൽ ഹൃദയാഘാത സാധ്യത കൂടുതലാണ്. ഇനി 50 മില്ലിഗ്രാം ഒക്കെ ആവുകയാണെങ്കിൽ ഹൃദയാഘാത സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചു ഈ അപ്പോലിപ്പോപ്രോട്ടീൻ്റെ അളവ് നമുക്ക് ഇന്ത്യക്കാരിൽ വളരെ കൂടുതലാണ് എന്ന്. ഈ ഇന്ത്യക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യക്കാരിൽ ഹൃദയാഘാതം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ അപ്പോലിപ്പോപ്രോട്ടീൻ്റെ അളവ് നമ്മൾ ഇന്ത്യക്കാരുടെ രക്തത്തിൽ കൂടുതലാണ് എന്നതാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും ഒന്ന് പരിശോധിക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ കൂടാതെ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 8 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാറുള്ളത്. പുതിയ റിസർച്ച് പ്രകാരം പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് പറയുന്നത് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഈ ഫാസ്റ്റിംഗ് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ആവശ്യമില്ലാതെ തന്നെ, ഫാസ്റ്റിംഗ് നോക്കാതെ തന്നെ നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാം. പക്ഷേ 2 കൂട്ടരിൽ ഈ ഫാസ്റ്റിംഗ് വളരെ നിർബന്ധമാണ് എന്നും പറയുന്നുണ്ട്. അതായത് ഒരാളുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ 400-ൽ കൂടുതലാണെങ്കിൽ അത് ഫാസ്റ്റിംഗ് ആയിട്ട് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഫെമിലിയൽ ഹൈപ്പർ ഡിസ്ലിപ്പിഡീമിയ എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന ചിലർ, അതായത് ചില ഫാമിലിയിലുള്ളവർക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരും ഫാസ്റ്റിംഗ് ആയിട്ടാണ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കേണ്ടത്. ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയിട്ടാണ് പലരും വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നും പറഞ്ഞു. പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്.
അതായത് അതൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. അതായത് ഒരാൾക്ക് എന്തെങ്കിലും കൊളസ്ട്രോൾ പ്രോബ്ലം ഉണ്ടോ എന്ന് വിലയിരുത്തുവാൻ അത് സാധിക്കും. നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ഉദാഹരണമായിട്ട് 300 അല്ലെ 400 ആണെന്ന് വെക്കുക, അല്ലെ 250 ആണെന്ന് വെക്കുക. അത് സാധാരണയുള്ള ലെവലായ 200-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കൊണ്ട് വന്നു കഴിയുമ്പം ആ വ്യക്തി ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി കൊളസ്ട്രോളിനെ തരം തിരിച്ച് നല്ലതും ചീത്തയും അളവ് നോക്കിയാലേ നമുക്ക് അതിനുള്ള ചികിത്സ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടിയിരുന്ന് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് LDL കൂടിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിൻ ഗുളികയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ട്രൈഗ്ലിസറൈഡ് കൂടിയിരിക്കുമ്പോൾ നമ്മൾ സ്റ്റാറ്റിൻ മാത്രം കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ ഫിബ്രേറ്റ് എന്നൊരു മരുന്ന് കൂടി നൽകണം. അതുകൊണ്ടാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം എന്ന് ഡോക്ടർമാർ ശാഠ്യം പിടിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ടെസ്റ്റിലുണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ. ഇനി കൊളസ്ട്രോളിന് ഉപയോഗിക്കുന്ന മരുന്നിനും ചില മാറ്റങ്ങളുണ്ട്. അതായത് സ്റ്റാറ്റിൻ മരുന്നുകളാണ്, അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ തുടങ്ങിയ മരുന്നുകളാണ് സാധാരണ നമ്മൾ കൊളസ്ട്രോൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് പല പുതിയ മരുന്നുകളും വിപണിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പല പുതിയ മരുന്നുകളും വന്നിട്ടുണ്ടെങ്കിലും സ്റ്റാറ്റിൻ മരുന്നാണ് ഇന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അതിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്, വളരെ എഫക്റ്റീവാണ്. സൈഡ് എഫക്റ്റിനെ പറ്റി പറയുമ്പോഴാണ് ചിലരുടെ ലിവർ എൻസൈം വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കുന്നവർ വല്ലപ്പോഴും എങ്കിലും LFT നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലർക്ക് മസിൽസിന് വേദന വരാം, പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ സ്റ്റാറ്റിൻ നൽകുന്ന ആ രക്ഷാകവചം വെച്ച് നോക്കുമ്പോൾ ഈ സൈഡ് എഫക്റ്റ് തുച്ഛമാണ്, അല്ലെങ്കിൽ ചെറുതാണ് എന്ന് നമുക്ക് വിലയിരുത്താം. ധാരാളം ആളുകൾ ഇന്ന് സ്റ്റാറ്റിൻ ഗുളികകൾ കഴിക്കുന്നുണ്ട്. അത് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ കുറയ്ക്കുവാൻ വരെ അത് സഹായിക്കും. പ്രൊഫൈലാറ്റിക് ആയിട്ട് ഉള്ള മരുന്നാണ് എന്നാണ് ഇന്നിപ്പോൾ അതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിൻ ഗുളികകൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പുതിയ മരുന്നുകൾ ചിലതൊക്കെ ഇന്ന് വിപണിയിൽ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് PCSK9 ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള ഒരു മരുന്നാണ്. അത് അതുകൂടാതെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പലതും ഇന്ന് മരുന്നായിട്ട് വിപണിയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ വളരെ വില കൂടിയ മരുന്നുകളാണ്. പിന്നെ RNA-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മരുന്നുകളും ഇന്ന് വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഈ മരുന്നുകൾക്കൊക്കെ ഇന്ന് വില കൂടുതലാണ്. കാരണം അതിൻ്റെ ആരംഭത്തിൽ എല്ലാ മരുന്നുകൾക്കും വില കൂടുതലാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ മരുന്നുകൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും സ്റ്റാറ്റിൻ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് വർഷങ്ങളായിട്ട് ധാരാളം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുളികയാണ് സ്റ്റാറ്റിൻ. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ പരിശോധനയിലും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയിലും പ്രത്യേകിച്ച് മരുന്നിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.